പതിറ്റാണ്ടുകൾ നീണ്ട രാജഭരണം അവസാനിപ്പിക്കാൻ ജനകീയ സമരങ്ങളും രാഷ്ട്രീയ അട്ടിമറികളും ഒക്കെ ചരിത്രത്തിൽ നമ്മൾ ഏറെ കണ്ടിട്ടുണ്ട്. എന്നാൽ നേപ്പാൾ ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രാഷ്ട്രീയ നീക്കമാണ്. കെടുകാര്യസ്ഥതയുടെ പേരിൽ സ്ഥാനഭ്രഷ്ടനാക്കിയ രാജാവിനെ അധികാരത്തിലേക്ക് തിരികെ ക്ഷണിക്കുക. രാജാവ് വന്നാലേ രാജ്യം നന്നാവൂ എന്ന മുദ്രാവാക്യങ്ങൾ ഉയരുക. 19 വർഷം മുൻപ് 2008 നേപ്പാളിൽ രാജവാഴ്ച അവസാനിച്ചത്. 2015 അംഗീകരിച്ച ഭരണഘടന പ്രകാരം മതനിരപേക്ഷ റിപ്പബ്ലിക്കാണ് നേപ്പാൾ. ഇന്ന് അതല്ല പലരുടെയും ആവശ്യം. രാജാവും കുടുംബവും ഭരണത്തിലേക്ക് തിരിച്ചുവരിക. 2006 ജ്ഞാനേന്ദ്ര രാജാവിനെ സ്വേച്ഛാധിപത്യ ഭരണം ഉപേക്ഷിക്കാൻ നിർബന്ധിതനാക്കിയ മാരകമായ പ്രതിഷേധങ്ങളിലും 23 പേർ കൊല്ലപ്പെട്ടിരുന്നു. അന്ന് അദ്ദേഹത്തെ പുറത്താക്കാൻ തെരുവിലിറങ്ങിയവർ തന്നെ 19 വർഷങ്ങൾക്ക് ശേഷം എന്തുകൊണ്ട് അദ്ദേഹത്തെ തിരികെ വിളിക്കുന്നു? ഉത്തരം ഒന്നേയുള്ളൂ. അതിനുശേഷം അധികാരത്തിലെത്തിയവരെല്ലാം തന്നെ ജനങ്ങൾക്ക് സമ്മാനിച്ചത് രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും സാമ്പത്തിക പരാധീനതകളും അഴിമതിയും ദുർഭരണവും തന്നെയായിരുന്നു. അതിലും ഭേദം രാജഭരണം തന്നെയായിരുന്നുവെന്ന് ചിലരെങ്കിലും മാറി ചിന്തിച്ചത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. എന്തുകൊണ്ട് അഴിമതി ആരോപണങ്ങളിൽ അന്വേഷണം കൃത്യമായി നടക്കുന്നില്ല? നാനാകോണിൽ നിന്നും ഉയരുന്ന ചോദ്യമാണിത്. നേപ്പാളിന്റെ നിലവിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം അതിനൊരു പ്രധാന കാരണമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതാക്കളെ സംരക്ഷിച്ചു പോകുന്ന ഭരണകൂടത്തിനെതിരെ ശബ്ദങ്ങൾ ഉയരുന്നതും സ്വാഭാവികമാണ്. ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളെ കൂടാതെ ഓരോ പാർട്ടിക്കും കിട്ടിയ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചിത പ്രതിനിധികളെ നൽകുന്ന ആനുപാതിക പ്രാതിനിധ്യ രീതിയും ചേർന്നതാണ് നേപ്പാളിന്റെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം. അതുകൊണ്ടുതന്നെ ഒറ്റ പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കുകയെന്നത് പ്രയാസമാണ്. സഖ്യ സർക്കാരുകളാണ് നേപ്പാൾ ഭരിക്കാറുള്ളത്. അതെല്ലാം വെറും രാഷ്ട്രീയ വിലപേശലിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്നതും പ്രത്യയശാസ്ത്രപരമായ ഐക്യമൊന്നും അവിടെയില്ല. അതിനാൽ അഴിമതിക്ക് പഞ്ഞവുമില്ല. കഴിഞ്ഞ 19 വർഷത്തിനിടെ 13 സർക്കാരുകളാണ് നേപ്പാളിൽ അധികാരത്തിലേറിയത്. പക്ഷെ രാജ്യത്ത് രാഷ്ട്രീയ സ്ഥിരതയുണ്ടായില്ല. നയ തീരുമാനത്തിന്റെ പേരിൽ രാഷ്ട്രീയക്കാർക്കെതിരെ അന്വേഷണം നടത്തണമെങ്കിൽ മന്ത്രിസഭയുടെ അനുമതി വേണമെന്ന കീഴ്വഴക്കമുള്ളതിനാൽ അന്വേഷണങ്ങളും കുറവാണ്. നിലവിലെ പ്രധാനമന്ത്രിയായിരുന്ന ഒലി മുതൽ ഭരണസഖ്യത്തിലെ ഏതാണ്ട് എല്ലാ പ്രമുഖരും അഴിമതി ആരോപണമോ അന്വേഷണമോ നേരിടുന്നവരാണ്. അഴിമതിക്ക് പുറമെ ജനാധിപത്യത്തിൽ നിന്ന് പ്രതീക്ഷിച്ച അഭിവൃദ്ധി ഉണ്ടായില്ല എന്ന തോന്നലാണ് ജനത്തിന് പിന്നോട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിച്ച മറ്റൊരു ഘടകം. 2008-2015 കാലത്തെ രാഷ്ട്രീയ അസ്ഥിരത സാമ്പത്തിക വളർച്ചയെ ബാധിച്ചു. 2015 ഭൂകമ്പവും പ്രതിബന്ധമായി. പിന്നീട് സ്ഥിതി അല്പം മെച്ചപ്പെട്ടെങ്കിലും 2020 കോവിഡ് മറ്റെല്ലാ രാജ്യങ്ങളെയും പോലെ നേപ്പാളിന്റെയും സാമ്പത്തിക സ്ഥിതിയെ ബാധിച്ചു. ഇനി ജ്ഞാനേന്ദ്ര ഷാ രാജഭരണത്തിലേക്ക് പ്രവേശിച്ചാൽ തന്നെ രാജ്യത്തെ വേട്ടയാടുന്ന അഴിമതിയും നേതൃത്വ പ്രതിസന്ധിയുമെല്ലാം പരിഹരിക്കപ്പെടുമോ? അതോ പഴയ പ്രശ്നങ്ങളെ പുതിയ രാജകീയ വസ്ത്രങ്ങളിൽ പൊതിഞ്ഞുവെക്കുമോ? ഇന്ത്യയും ചൈനയും പാശ്ചാത്യ രാജ്യങ്ങളും എങ്ങനെയാവും ഇതിനോട് പ്രതികരിക്കുക? ചോദ്യങ്ങൾ നിരവധിയാണ്.